ഉത്തരായനത്തിന് ദൈവീകത, ഭൂമിയിൽ ദൈവീകത ഒരുപാടുണ്ടാവും. ദക്ഷിണായനത്തിലാണ് നമ്മൾ പ്രാർത്ഥനകൾ, ജപങ്ങൾ, തപങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. കർക്കിടകത്തിലെ പ്രാർത്ഥന രാമായണ മാസം എന്നാണ് പറയുന്നത്. കർക്കിടക മാസത്തിന് മുമ്പായിട്ട് നമ്മുടെ വീടുകളെല്ലാം വൃത്തിയാക്കി ശുദ്ധിയാക്കി ആവശ്യമില്ലാത്ത വസ്തുക്കൾ, വസ്ത്രങ്ങളായാലും എന്തായാലും ആവശ്യമില്ലാത്ത നീക്കം ചെയ്യുക. ഈ കർക്കിടക മാസത്തിൽ നമ്മൾ നന്മകൾ ചെയ്താൽ അടുത്ത കർക്കിടകത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചിരിക്കും. നമസ്കാരം, ഡോക്ടർ രാജലക്ഷ്മി തമ്പാമഠം. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഉത്തരായണം കഴിഞ്ഞ് ദക്ഷിണായനം വരാൻ പോവുകയാണ്. നമ്മുടെ കാലചക്രത്തിന് ഉത്തരായണമെന്നും ദക്ഷിണായനം രണ്ടായി വിഭജിച്ചിട്ടുണ്ട്. മകരം 1 തുടങ്ങി മിഥുനം അവസാനത്തെ ദിവസം, അത് 31, ചിലപ്പോൾ 30, ചിലപ്പോൾ 31 അതുവരെയുള്ള കാലഘട്ടത്തിനെ ഉത്തരായനെന്നും, കർക്കിടകം 1 തുടങ്ങി ധനു 30 വരെയുള്ള ദിവസങ്ങളെ നമ്മൾ എന്താ പറയണത്, ദക്ഷിണായനം എന്ന് പറയും. ഉത്തരായനത്തിന് ദൈവീകത, ഭൂമിയിൽ ദൈവീകത ഒരുപാടുണ്ടാവും. അപ്പോഴാണ് നമ്മൾ പ്രതിഷ്ഠകൾ, പുനഃപ്രതിഷ്ഠകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ മഹാഭാരത യുദ്ധത്തെ കേട്ടിട്ടുണ്ട്. ഭീഷ്മർ ഉത്തരായണം ആവുന്നവരെ ശരശയ്യയിൽ കിടന്നു എന്നവരെന്താ മോക്ഷം കിട്ടാനായിട്ട്. അപ്പം അങ്ങനെ ഉത്തരായണത്തിന് പ്രാധാന്യമുണ്ട്, ദക്ഷിണായനത്തിന് അതിൻ്റെ പ്രാധാന്യമുണ്ട്. ദക്ഷിണായനത്തിലാണ് നമ്മൾ പ്രാർത്ഥനകൾ, ജപങ്ങൾ, തപങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ദക്ഷിണായനം തുടങ്ങുന്നത് കർക്കിടക മാസം 1. കർക്കിടകം എന്ന് പറഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രത്യേകതയുള്ള പുണ്യമാസമാണ്. രാമായണ മാസം എന്നാണ് പറയുന്നത്. മഹാപ്രഭുവായിരിക്കുന്ന ശ്രീരാമദേവൻ ജനിച്ചത് കർക്കിടകത്തിൽ, അല്ലെങ്കിൽ കർക്കിടക രാശിയിലാണ് ജനിച്ചത്. അതുകൊണ്ടാണ് കർക്കിടകത്തിലെ പ്രാർത്ഥന രാമായണ മാസം എന്നാണ് പറയുന്നത്. കർക്കിടക മാസത്തിന് മുമ്പായിട്ട് നമ്മുടെ വീടുകളെല്ലാം വൃത്തിയാക്കി ശുദ്ധിയാക്കി ആവശ്യമില്ലാത്ത വസ്തുക്കൾ, വസ്ത്രങ്ങളായാലും എന്തായാലും ആവശ്യമില്ലാത്ത നീക്കം ചെയ്യുക. ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സുകളാണെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. അങ്ങനെ എല്ലാം വൃത്തിയാക്കി ഓരോ മുക്കും മൂലയും വൃത്തിയാക്കി വീടും പറമ്പും വൃത്തിയാക്കി ശേഷം നമ്മളെന്ത് ചെയ്യണു, ചീവോരി ഒരുക്കി ശ്രീ പാർവതി അല്ലെങ്കിൽ മഹാദേവിയെ, മഹാലക്ഷ്മിയെ വരവേൽക്കുന്ന ചടങ്ങ് പണ്ടുണ്ടായിരുന്നു. അതായത് തലേ ദിവസം വീട്ടിലെല്ലാ ചപ്പ് ചവറുകളും എല്ലാം അടിച്ചു വാരി അന്ന് എല്ലാം കഴിഞ്ഞ് അതിനെക്കൊണ്ട് പുറന്തള്ളി കുളിച്ച് വന്ന് മഞ്ഞളും കൊണ്ട് പറിച്ചു വരും. മഞ്ഞളും കൊണ്ട് വന്ന് പഴയ കാലത്ത് നാട്ടുപുറത്താണ് വന്ന് കുളിച്ച് വന്ന് മഞ്ഞളും കൊണ്ട് അകത്തേക്ക് വരുന്നു. അത് മഹാലക്ഷ്മിയെ വരവേറ്റ്, മഹാലക്ഷ്മിയാണ് മഞ്ഞളിൽ കുടികൊള്ളുന്നതാണ് വിശ്വാസം. അപ്പം ഈ കർക്കിടക മാസത്തിൽ നമ്മൾ നന്മകൾ ചെയ്താൽ അടുത്ത കർക്കിടകത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചിരിക്കും. അതാണ് പൂർവികന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അത് ഏറെക്കുറെ സത്യമാണ്. കർക്കിടക മാസത്തിൽ മിതാഹാരം. കാരണം എന്താ, മഴ, അത് കോരിച്ചൊരിയുന്ന മഴ. പഴയ കാലത്ത് മിഥുനം കഴിഞ്ഞാൽ വ്യസനം കഴിഞ്ഞു, കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞാൽ പറയുന്നത്. ഇപ്പം അതിൻ്റെ കൃഷിക്കാരെ സംബന്ധിച്ച് അത് ശരിയാണത്. അപ്പം ഈ കർക്കിടക മാസത്തിൽ മിതാഹാരം നമ്മളതുപോലെ വളരെ ശ്രദ്ധ ഒഴിക്കുക. മുരിങ്ങയില കഴിക്കില്ല, വിഷാംശം ഉണ്ടാവും. ഇന്നൊരു വീട്ടിൽ പറഞ്ഞു, വേറൊരു കൂട്ടർ പറഞ്ഞു പാർവതിയുടെ താലിയാണെന്നു. എന്തായാലും അത് വിഷാംശമുള്ള കാരണം മുരിങ്ങയില ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഇലക്കറികളും മറ്റുള്ള ഇലക്കറികളും മറ്റുള്ള ഭക്ഷണങ്ങളും കഴിച്ച് ശരീരത്തിനെ നമ്മൾ പുഷ്ടിപ്പെടുത്തുന്ന ഒരു തിരുമ്മൽ, ചികിത്സ, ഇതൊക്കെ ചെയ്യുന്നൊരു മാസമാണ് കർക്കിടക മാസം. അതോടൊപ്പം ദൈവാധീനം വേണ്ടത് സമയമാണ്. ഗ്രഹത്തിൽ നമ്മൾ വെള്ളിയാഴ്ചകൾ ചെയ്യുന്ന പൂജ, ദിവസവും നമ്മൾ പൂജ ചെയ്യുന്നു, ദിവസവും ദേവിയെ പ്രാർത്ഥിക്കുന്നു, മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നു, കനകധാരാസ്തോത്രം ചൊല്ലുന്നു. അങ്ങനെ കർക്കിടക മാസത്തിൽ വളരെയധികം ഐശ്വര്യദായകമായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കണം. ഇപ്പോൾ കർക്കിടക രാശിയിലാണ് വ്യാഴം ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നത്. ആ വ്യാഴപ്രീതി നേടാൻ, വ്യാഴം നമ്മുടെ നക്ഷത്രങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്തോ ആയിക്കോട്ടെ, അതായത് മഹാക്ഷേത്രങ്ങൾ ദർശനം നടത്തുക. നാലമ്പല ദർശനം എന്നൊരു സംഭവമുണ്ട്. അതായത് ശ്രീരാമൻ സ്വാമിയുടെ ആ 4 സഹോദരന്മാരും. അപ്പോൾ നാലമ്പല ദർശനത്തിൽ ആദ്യം നമ്മൾ ശ്രീരാമക്ഷേത്രത്തിൽ പോകുന്നു, രണ്ടാമത് ലക്ഷ്മണൻ്റെ അമ്പലത്തിൽ പോകുന്നു, മൂന്നാമത് ഭരതൻ്റെ അടുത്ത് പോകുന്നു, നാലാമത് ശത്രുഘ്നൻ്റെ അടുത്ത് പോകുന്നു. ഈ ക്ഷേത്രങ്ങൾ ലാസ്റ്റ് വന്ന് നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വന്ന് അതിൻ്റേതായ റൗണ്ട് പൂർത്തിയാക്കുന്നു. അതുപോലെ ക്ഷേത്ര ദർശനത്തിന്, അന്നദാനത്തിന്, നാമജപത്തിന്, കുളിക്ക്, എല്ലാത്തിനും പ്രാധാന്യമുള്ളൊരു മാസമാണ് കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ വ്രതനിഷ്ഠയോടും ചിത്തിയോടും ഭക്തിയോടും കൂടി ഇരുന്നാൽ ചിങ്ങമാസത്തിൽ നമുക്ക് ധാരാളം വിളവുണ്ടാവുമെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇപ്പോൾ വിളവല്ലെങ്കിലും നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി വരാൻ
നമ്മൾ കർക്കിടക മാസം മുഴുവൻ രാമായണം വായിക്കുക, ദേവീ മഹാത്മ്യം വായിക്കുക. രാമായണത്തിൽ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് ടോട്ടൽ നമ്പർ എടുക്കുക ആ പുസ്തകത്തിൻ്റെ. ആ നമ്പറിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സ്ത്രീകളാണ് 21 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, കാരണം 7 ദിവസം വായിക്കാൻ പറ്റില്ല. ഡിവൈഡ് ചെയ്തിട്ട് ആ ഭാഗങ്ങൾ ദിവസവും വായിച്ച് തീർക്കുക. സന്ധ്യയ്ക്ക് വിളക്കെത്തിച്ച ശേഷം കുറച്ച് നേരം ഇരുന്ന് രാമായണം പാരായണം ചെയ്യുക. രാമായണം വായിക്കുക എന്നല്ല പറയുന്നത്, രാമായണം പാരായണം ചെയ്യുക എന്ന് പറയും. പിന്നെ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ സ്വാമി അയോധ്യയിൽ പോയിട്ട് ശ്രീലങ്കയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ഭാഗമുണ്ട്, ത്രിഭുവനമുടു എന്ന് പറഞ്ഞാൽ ആ ഭാഗം വായിച്ചാൽ ദാമ്പത്യ കലഹങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും മാറി നിൽക്കുന്നതാണ്. അത് വളരെ പവർഫുള്ളാണ്. ഒന്നും വായിക്കാൻ പറ്റാത്തവർക്ക്, മുഴുവൻ വായിച്ച് ജോലിയുള്ളവർക്ക് സാധിക്കും. മുഴുവൻ വായിച്ച് തീർക്കാൻ പറ്റാത്തവർ സുന്ദരകാന്ഡം മാത്രമെങ്കിലും വായിക്കുക. നമുക്ക് രാമായണ മാസത്തിൽ രാമായണം വായിച്ചാൽ വളരെയധികം ബഹുവിശേഷമായിട്ട് ആഗ്രഹസാധ്യങ്ങൾ സാഫല്യമുണ്ടാവുന്നതാണ്. അതേപോലെ ദേവീ മാഹാത്മ്യം എല്ലാ ദിവസവും 11-ാം അധ്യായം വായിച്ചാൽ ധനമുണ്ടാവും. പക്ഷേ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ഓരോ ദിവസവും ഞായർ, തിങ്കൾ, ചൊവ്വ, ഞായറാഴ്ച ഒരു ചെറിയ പുസ്തകം ഉണ്ടായാലും ഞായറാഴ്ച 4 തിങ്കളാഴ്ച 2, ചൊവ്വാഴ്ച 1 അധ്യായം, ബുധനാഴ്ച 4 അധ്യായം, വ്യാഴാഴ്ച 2 അധ്യായം, വെള്ളിയാഴ്ച 2 അധ്യായം, ശനിയാഴ്ച 2 അധ്യായം. ഇങ്ങനെ ഈ അധ്യായങ്ങളൊക്കെ സംഗ്രഹിച്ച് വായിക്കാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യണം? നമ്മൾ ദേവീ മഹാത്മ്യത്തിലെ 11-ാമത്തെ സ്തുതി, നാരായണീയ സ്തുതി ചൊല്ലുക. ആ നാരായണീയ ദിവസവും ചൊല്ലിയാൽ ധനസമൃദ്ധി ഉണ്ടാവുന്നതാണ്. കർക്കിടക മാസത്തിൽ മത്സ്യമാംസം ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും, പക്ഷേ എല്ലാവരും അത് സാധിച്ചെന്ന് വരില്ല, അത് അവരെ വിട്ടുകൊടുക്കുക. ഈ കർക്കിടക മാസത്തിൽ കഴിയുന്നിടത്തോളം ക്ഷേത്ര ദർശനം നടത്തുക, കഴിയുന്നിടത്തോളം ക്ഷേത്ര ദർശനത്തിൽ പോയി പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതോടൊപ്പം അന്നദാനം ചെയ്യുക. ഇതെല്ലാം ചെയ്താൽ നമുക്ക് ചിങ്ങമാസം പിറക്കുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിട്ട് സൗഭാഗ്യങ്ങൾ വരുന്നതാണ്. കർക്കിടകത്തിൻ്റെ പ്രത്യേകത അതാണ്. കർക്കിടക മാസത്തിൽ രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക. അതായത് 6 മണിക്ക് കുളിക്കുന്നതിനാണ് ഉത്തമനാണ്. 6 മണിക്ക് മുമ്പ് കുളിച്ച് വിളക്ക് കത്തിച്ച് കുറച്ച് നേരം നാമമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നാമം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സമ്പൽ സമൃദ്ധിയും ആഗ്രഹ നിവൃത്തിയും നടക്കുന്നതാണ്. അപ്പോൾ രാവിലെ കർക്കിടക മാസത്തിൽ ആരും തന്നെ 7 മണിക്കോ അല്ലെങ്കിൽ 6:30-ക്ക് ശേഷം കിടന്നുറങ്ങരുത് എന്നൊരു അഭ്യർത്ഥന ഞാൻ പറയുന്നു. അത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് നല്ലത്, ബ്രാഹ്മമുഹൂർത്തത്തിലേക്ക് എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്നൊരു 10 മണിയാകുമ്പോഴേക്കും വീട്ടിലെല്ലാ കാര്യങ്ങളും നടന്നിരിക്കും. അത്രയ്ക്കും ആ സമയം ഒരു ടൈം സേവറാണ് ഈ വെളുപ്പാങ്കാലത്തിൽ എഴുന്നേൽക്കുക. കർക്കിടക മാസത്തിൽ നമ്മൾ ഈ മുക്കൂറ്റി ചാലിച്ച് തൊടുക എന്ന സമ്പ്രദായമുണ്ട്. അതായത് നമ്മൾ ആജ്ഞാചക്രത്തിനെ പുഷ്ടിപ്പെടുത്താനായിടുന്നത് മുക്കൂറ്റി കൊണ്ടുവന്ന് ചാലിച്ച് ദേവിക്ക് വെച്ചിട്ട് ആ ചാലിച്ച പ്രസാദം തൊടാറുണ്ട്. അത് നമുക്ക് സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും എല്ലാത്തിനും കൂടി നല്ല സംഭവമാണ്. അത്രത്തോളം കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കർക്കിടക മാസത്തെ വരവേറ്റ് കർക്കിടക മാസത്തിൽ ശീവോതി വയ്ക്കാൻ തുടങ്ങി. അതൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. 10 പുഷ്പങ്ങൾ, ദശപുഷ്പങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്താൽ നല്ലത്. ഇല്ലെങ്കിൽ പ്രാർത്ഥനയെങ്കിൽ നടക്കാം. ഇങ്ങനെ ദിവസവും ചെയ്താൽ നമുക്ക് അടുത്ത കൊല്ലം കർക്കിടകത്തിന് മുമ്പ് നമ്മുടെ സർവ്വബാധ്യത തീരും, ധനസമൃദ്ധി ഉണ്ടാവും. അതാണ് കർക്കിടക മാസത്തെപ്പറ്റി പറയാനുള്ളത്. കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി ഉണ്ടാക്കും, മരുന്ന് കഴിക്കും. അതൊക്കെ എല്ലാ വർഷവും കഴിക്കണം, ഒറ്റ ദിവസം കഴിച്ചിട്ട് കാര്യമില്ല. കർക്കിടക മാസം എന്താ, കർക്കിടകം പഞ്ഞമാസം എന്ന് പറയാം. കൃഷിക്കാരെ സംബന്ധിച്ച് അപ്പോൾ നമ്മൾ ശേഖരിച്ച് വെച്ച് നെല്ല് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കോരിച്ചൊരിയുന്ന മഴയത്ത് കൂലിപ്പണിക്കാർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ആരോഗ്യത്തിനെയും പഴയ സാധനങ്ങൾ കഴിക്കാതെ ആരോഗ്യത്തിനെയും ഒക്കെ സംരക്ഷിക്കുകയാണെങ്കിൽ ആ ഒരു വർഷത്തേക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കഴിയുന്നിടത്ത് നടക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, പഴയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, മത്സ്യമാംസങ്ങൾ കഴിക്കാതിരിക്കുക. ഇങ്ങനെ വന്നാൽ ആ കർക്കിടക മാസം നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യദായകവുമായി മാറുന്നതാണ്. അതേപോലെ കർക്കിടക മാസത്തിൽ പ്രത്യേകമായ ഗണപതി ഹോമം നടത്തും. ചില ക്ഷേത്രങ്ങളിൽ എല്ലാവരും പേര് നക്ഷത്രം വെച്ച് ഗണപതി ഹോമം, ഭഗവത് സേവ ഇതൊക്കെ നടത്തിക്കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധിയും വിഘ്നങ്ങൾ തീരുകയും ചെയ്യും. ഗണപതിക്ക് പ്രാധാന്യമുള്ളതും മാസവും കൂടിയാണ് കർക്കിടക മാസം. അപ്പോൾ കർക്കിടക മാസത്തിൽ എല്ലാവർക്കും വീട്ടിലേക്ക് അംഗങ്ങളുടെ പേരിൽ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, ഭഗവത് സേവ, അതുപോലെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുക, നെയ്യഭിഷേകം നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ
സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും ഐശ്വര്യവും നമുക്ക് ഉണ്ടാവുന്നതാണ്. മുക്കുറ്റി, അതുപോലെ ദശപുഷ്പം തൊടുക, മുക്കൂറ്റി ചാലിച്ച് തൊടുക, ഇതൊക്കെ ആചാരങ്ങൾക്ക് അനിഷ്ടമായി നല്ല കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി കർക്കിടക മാസം നമ്മൾ വരവേൽക്കാം. കർക്കിടക മാസത്തിലുള്ള ബുദ്ധിമുട്ടുള്ള കർക്കിടക മാസം സമ്പൽ സമൃദ്ധിയും സർവൈശ്വര്യവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.